Hi everyone, welcome to iPlus Training Solutions. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷ് ജൂൺ 2025 സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, നെറ്റ് ഇംഗ്ലീഷ് 2025 സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 73 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നത് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അല്ലെ, ഗംഗ് മഹാൾ അല്ലെ, ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 74ാമത്തെ ചോദ്യം നോക്കാം. ഡീകൺസ്ട്രക്ഷൻ, ഡെറീഡ. ഓക്കെ, ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് synonymous with destruction. Okay, അതായത് deconstruction is not synonymous with destruction. And we can also see എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫ്ലോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ബീൻ ഗിവൺ ബൈ ബാർബറ ജോൺസൺ. ബാർബറ ജോൺസൺ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബൈ ബാർബറ ജോൺസൺ. ഇവിടെ ബാർബറ ജോൺസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളും തന്നിട്ടുണ്ട്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെത്തണം. നോക്കിക്കേ, ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ഡിസ്ട്രക്ഷൻ. Deconstruction of a text does not proceed by random doubt or arbitrary subversion. എന്താണ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ് അല്ലെ. ടെക്സ്റ്റിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ബാർബറ ജോൺസൺ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ജോൺസന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കണ്ടെത്തണം. Deconstruction is not synonymous with destruction. The deconstruction of a text does not proceed by random doubt or arbitrary subversion. Okay, but deconstruction of a text എന്ന് പറഞ്ഞാൽ it does not proceed by random doubt or arbitrary subversion. Random doubtകളും arbitrary subversionനും മാത്രമല്ല അവിടെ ഉള്ളത്. Does not be proceed by that. Deconstruction is not a dismantling of the structure of a text, but a demonstration that it has already dismantled itself. അതായത് ടെക്സ്റ്റിനെ നമ്മളൊന്ന് റീപോളിഷ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ഡീകൺസ്ട്രക്ഷനിലൂടെ അല്ലെ. ഒരു റീബിൽഡിംഗ് പ്രോസസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഫ് എനിത്തിങ് ഈസ് ഡിസ്ട്രോയിഡ് ഇൻ എ ഡിസ്ട്രക്റ്റീവ് റീഡിംഗ്, ഇറ്റ് ഈസ് നോട്ട് ദ ടെക്സ്റ്റ് but the claim to unequivocal domination of one mode of signifying over another. Deconstruction as a mode of interpretation works by a careful circumspect entering of each textual labyrinth. Okay, labyrinth. അപ്പൊ നോക്കിക്കേ, ഇതിനകത്തില് നമ്മുടെ ബാർബറ ജോൺസൺ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം, എന്നിട്ട് കൂടുതലായിട്ട് നമുക്ക് അതിനെ കുറിച്ച് വിശകലനം ചെയ്യാം. ഓക്കെ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. എ, ബി ആൻഡ് ഡി only, എ, സി ആൻഡ് ഇ only, ബി, സി ആൻഡ് ഡി only, A, D and E only. നോക്കിക്കേ, A, B and D only, A, C and E only, B, C and D only, A, D and E only. Okay, ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. നോക്കിക്കേ, എ, ഡി ആൻഡ് ഇ ഒള്ളി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എ, ഡി ആൻഡ് ഇ ഒള്ളി. ബാർബറ ജോൺസൺ പറഞ്ഞത് ഒന്ന് എ, ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ഡിസ്ട്രക്ഷൻ. അത് ഡിസ്ട്രക്ഷൻ അല്ല. നമ്മൾ ഡീകൺസ്ട്രക്ഷൻ നടത്തുന്ന തന്നെ അവിടെ എന്തിനു വേണ്ടിയാണ്? പുതിയ റിസൾട്ടൻസ് കിട്ടാൻ വേണ്ടിയാണ്, പുതിയ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. എപ്പോഴും ടെക്സ്റ്റിനകത്ത് നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്, പുതിയ പുതിയ ഐഡിയാസ് പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. എ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാണ്? ഡിയും ഇയും അല്ലെ. അപ്പൊ ഡിയും ഇയും എന്താണെന്ന് നോക്കാം. If anything is destroyed in a destructive reading, it is not the text but the claim to unequal domination of one mode of signifying over another. Okay, എന്തെങ്കിലും ഒരു ഐഡിയ ഡോമിനേറ്റ് ചെയ്തു, ഡീകൺസ്ട്രക്ഷൻ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രക്റ്റീവ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിന് മേൽ ഡോമിനേഷൻ ഉറപ്പിക്കുകയാണ്. ആ ഒരു പോയിന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. റീഡിങ്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഡിബേറ്റുകളൊക്കെ നടത്തുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഐഡിയയ്ക്ക് മേൽ മറ്റൊരു ഐഡിയ ഓവർലാപ്പ് ചെയ്യാണ്, ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ നോക്കിക്കേ, deconstruction as a mode of representation works by a careful and circumspect entering of each textual labyrinth. Okay, ഓരോ ടെക്സ്റ്റുവൽ ലേബ്രിന്തിന്റെയും ഒരു ഒരു സർക്കംസ്പെക്ട് എൻട്രിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡീകൺസ്ട്രക്ഷൻ ഒരു മോഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് വർക്ക് ബൈ എ കെയർഫുൾ സർക്കംസ്പെക്ട് എൻട്രിങ് ഓഫ് ഈച്ച് ടെക്സ്റ്റുവൽ ലേബ്രിന്ത് ആണ് എന്ന് ബാർബറ ജോൺസൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ആണ് ശരി ഉത്തരം വരുന്നത്. എ, ഡി ആൻഡ് ഇ only. എക്സ്പ്ലനേഷൻ നോക്കാനാണെങ്കിൽ these statements accurately reflect Barbara Johnson's views on deconstruction as outlined in her work, particularly in her book The Critical Difference. Okay, അപ്പോൾ ഈ The Critical Difference എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ് എന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ബാർബറ ജോൺസന്റെ പുസ്തകമാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം.
deconstruction is not synonymous with destruction. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ജോൺസൺ emphasizes that deconstruction is not about tearing down a text but rather exposing its inherent contradictions and complexities. Okay, അപ്പം ജോൺസൺ പറയുന്നത് എന്താണ്? ബാർബറ ജോൺസൺ, deconstruction is not about tearing down a text. ഒരു ടെക്സ്റ്റിന്റെ tearing down അല്ല അവിടെ നടക്കുന്നത്, but rather exposing its inherent contradictions and complexities. അതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റീസും അതുപോലെ തന്നെ അതിന്റെ കോൺട്രഡിക്ഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പോസ് ചെയ്യുക കൂടെയാണ് ചെയ്യുന്നത്. ഡി നോക്കിക്കേ, ഇഫ് എനിത്തിങ് ഈസ് ഡിസ്ട്രോയിഡ് ഇൻ എ ഡീകൺസ്ട്രക്റ്റീവ് റീഡിംഗ്. ഓക്കെ, അതായത് ഇഫ് എനിത്തിങ് ഈസ് ഡിസ്ട്രോയിഡ് ഇൻ എ ഡീകൺസ്ട്രക്റ്റീവ് റീഡിംഗ്, എന്തെങ്കിലും ഒരു കാര്യം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ ടെക്സ്റ്റ് ബട്ട് ദ ക്ലെയിം ടു unequivocal domination of one mode of signifying over other. This statement highlights that deconstruction challenges the idea of a single authoritative interpretation by revealing the internal conflicts and inconsistencies within a text. ഒരു ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ള ഇൻകൺസിസ്റ്റൻസീസും അതുപോലെ തന്നെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളും ഒക്കെ കൂടെയാണ് ഇവിടെ റിവീൽ ചെയ്യപ്പെടുന്നത്. ആ ഒരു പോയിന്റും കൂടെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് ഈ നമ്മുടെ ശരി ഉത്തരമാണ്. നോക്കിക്കേ, deconstruction as a mode of interpretation works by a careful and circumspect entering of a cache of an each textual labyrinth. Johnson describes deconstruction as a process of closely examining a text, not with the aim of finding a definitive meaning, but rather to uncover its inherent ambiguities and contradictions. എന്താണ് ambiguities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺഫ്യൂഷൻസ്. ഓക്കെ, അതായത് പലപ്പോഴും വാക്കുകൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. വാക്കുകൾ നമ്മൾ കൺഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, A, B and D, while options A and D are correct, statement C is attributed to J.H. Miller, not Barbara Johnson. Barbara Johnson അല്ല സി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അത് മില്ലർ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തതിന്റെ കേസിൽ A, C and D ആയിരുന്നു. ഓപ്ഷൻ സി ഈസ് ഇൻകറക്റ്റ് ആസ് ഇറ്റ് മിസ്ഇന്റർപ്രറ്റ്സ് ജോൺസൺസ് വ്യൂ ഓഫ് ഡീകൺസ്ട്രക്ഷൻ. ജോൺസന്റെ വ്യൂ അവിടെ ക്ലിയർ ആവുന്നില്ല. മൂന്നാമത്തെ ഓപ്ഷന്റെ കേസിൽ ബി, സി ആൻഡ് ഡി ആയിരുന്നു. ഓപ്ഷൻ ബി ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ മോർ റാൻഡം അപ്രോച്ച് ടു ഡീകൺസ്ട്രക്ഷൻ ദാൻ ജോൺസൺ അഡ്വക്കേറ്റ്സ്. ജോൺസൺ അഡ്വക്കേറ്റ് ചെയ്ത ഒരു പോയിന്റ് അല്ല നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ നോക്കിക്കോണം. സി ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സി, അത് മില്ലർ പറഞ്ഞതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് സി എന്താണെന്നൊന്ന് നോക്കിക്കോണേ. ചിലപ്പോൾ ഇനി മില്ലറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഡീകൺസ്ട്രക്ഷൻ ഈസ് നോട്ട് എ ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എ ടെക്സ്റ്റ് ബട്ട് demonstration that it has already dismantled itself. Text itself can dismantle itself. ആ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാർബറ ജോൺസണുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ചോദ്യം കുറച്ച് വലുതാണ്, പക്ഷേ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്തൊരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഇവന്റ്സ് കറസ്പോണ്ടിങ് വിത്ത് ദെയർ ഇയർ. നടന്നിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഇയർ ബേസിൽ കറക്റ്റ് ആയിട്ട് ഇവന്റുകളെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നടന്നതിന്റെ ക്രമത്തിൽ The Official Languages Commission submitted its report in 1936. Okay, the Official Languages Commission submitted its report in 1936. The first ELTI was established in Allahabad in 1954. Okay, the first ELTI was established in Allahabad. എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അലഹാബാദിലാണ് 1954. The Central Institute of English and Foreign Languages was established in Hyderabad in 1958. Okay, അപ്പോൾ Central Institute of ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഹൈദരാബാദിലാണ് 1958. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ കെയിം ഇൻ 1960. ഓക്കെ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നാ വരുന്നത്? 1960. ദ NEP, ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് POA came in 1986. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. B, C and E only, A, B and C only, B, C and D only, C, D and E only. Okay, B, C and E only, A, B and C only, B, C and D only, C, D and E only. Okay, ഇതിനകത്ത് ഏതാ നമുക്ക് കറക്റ്റ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ്. B, C and E only കേട്ടോ. B, C and E only. The first ELTI was established in Allahabad in 1954. The Central Institute of English and Foreign Languages was established in Hyderabad in 1958. പിന്നെ ഈ നമ്മുടെ കറക്റ്റ് ആണല്ലോ.
The NEP and POA came in 1986. Okay, ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ചൂസ് ദ ഇവന്റ്സ് ഇൻ ദ കറസ്പോണ്ടിങ് ഇയർ. കറക്റ്റ് ആയിട്ട് ആ ഇവന്റുകളെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇവന്റുകൾ അത്രയാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പം ബാക്കിയൊക്കെ തന്നെ അതിന്റെ ഇയറിന്റെ കേസിൽ തന്നെ തെറ്റുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ മാത്രമാണ്. അതായത് ബിയും സിയും ഇയും മാത്രമാണ് ഇയറിന്റെ ബേസിൽ കറക്റ്റ് ഉള്ളത് അല്ലെ. എക്കകത്ത് മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് ഡി ആണ്. ഡി ആയാലും ഇയർ ഇസ് നോട്ട് ഇയർ ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സോ അങ്ങനെ നമുക്ക് അത് കിട്ടും. ഇനി 77-ാം ചോദ്യം നോക്കിയാൽ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും നമ്മളൊന്ന് മാച്ച് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് ലിസ്റ്റ് 1ൽ പിഡ്ജിനുണ്ട്, അതിന്റെ താഴെ ക്രിയോള്, രജിസ്റ്റർ. ഓക്കെ, 3 എണ്ണം നമുക്ക് കിടപ്പുണ്ട് അല്ലെ. നമുക്ക് പിഡ്ജിന്, ക്രിയോള്, രജിസ്റ്റർ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് നോക്കാം. പിഡ്ജിന്, ക്രിയോള്, ഐഡിയോലെക്റ്റ് ഉണ്ട് കേട്ടോ. ഐഡിയോലെക്റ്റും രജിസ്റ്ററും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഐഡിയോലെക്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കാം. Pidgin, the language special to an individual, sometimes described as a personal dialect. Okay, അപ്പൊ പിഡ്ജിൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ്, സ്പെഷ്യൽ ടു ആൻ ഇൻഡിവിജ്വൽ ആണെന്ന് പറയുന്നു. സംടൈംസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പേഴ്സണൽ ഡയലക്ട്. ബിയിൽ പറയുന്നത് രജിസ്റ്റർ ഒരു ലാംഗ്വേജ് ആണ്, ഡിഫൈൻഡ് അക്കോർഡിംഗ് ടു സോഷ്യൽ യൂസ് സച്ച് ആസ് സയന്റിഫിക്, ഫോർമൽ, റിലീജിയസ് ആൻഡ് ജേർണലിസ്റ്റിക്. അടുത്ത രജിസ്റ്ററിൽ പറയുന്നത് ഒരു ടേം ആണ് റിലേറ്റിംഗ് ടു പീപ്പിൾ ആൻഡ് ലാംഗ്വേജസ്, എസ്പെഷ്യലി ഇൻ ദ erstwhile colonial tropics and subtropics, in the Americas, Africa, the Indian Ocean and Oceania. Okay, choose the correct answer from the options given below. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ കണ്ടെത്തണം. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് 4 ആണ്. 4 എന്ന് പറയുമ്പോൾ A3, B4, C1, D2. ഓക്കെ, A3, B4, C1, D2. അപ്പൊ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓരോന്നിനും നേരെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പോയിന്റുകളും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ വരുന്നത് നമുക്ക് പിഡ്ജിൻ ആണ്. പിഡ്ജിൻ എന്ന് പറഞ്ഞ ഒരു സിംപ്ലിഫൈഡ് കോണ്ടാക്ട് ലാംഗ്വേജ് ആണ്. ദാറ്റ് എമർജസ് വെൻ speakers of different languages need to communicate, often in trade or colonial situations. It always it draws elements from the multiple languages. Therefore, the correct match is A3. Okay, A-യും 3-യും ആയിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പിഡ്ജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലിഫൈഡ്, എന്താണ് പിഡ്ജിൻ എന്ന് തന്നിട്ടുണ്ട്, അതിനുശേഷമാണ് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ പിഡ്ജിൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംപ്ലിഫൈഡ് കോണ്ടാക്ട് ആണ്, ദാറ്റ് കോണ്ടാക്ട് ലാംഗ്വേജ് ആണ്, ദാറ്റ് എമർജസ് വെൻ സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് പല ലാംഗ്വേജസിലുള്ള സ്പീക്കേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പിഡ്ജിൻ കിട്ടുന്നത്. ആൻഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഓഫൺ ഇൻ ട്രേഡ് ഓർ കൊളോണിയൽ സിറ്റുവേഷൻസ്. ട്രേഡ് അല്ലെങ്കിൽ കൊളോണിയൽ സിറ്റുവേഷൻസിലായിരിക്കും അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡ്രോസ് എലമെന്റ്സ് ഫ്രം മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. മൾട്ടിപ്പിൾ ലാംഗ്വേജുകളിൽ നിന്ന് അവിടെ എലമെന്റ്സിനെ ഡ്രോ ചെയ്യാറുണ്ട്. Therefore, the correct match is A3. അടുത്തത് ക്രിയോൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിഡ്ജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലിഫൈഡ് കോണ്ടാക്ട് ലാംഗ്വേജ് ആണ്. പിഡ്ജിനിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രിയോൾ കിട്ടുന്നത്. ക്രിയോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് ക്രൈ ഓഫ് എ ബേബി, ക്രൈ, ക്രിയോൾ ന്യൂ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കോണ്ടാക്ട് ലാംഗ്വേജ്, രണ്ട് ആൾക്കാർ, രണ്ട് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് വന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് അവർക്ക് എന്തായാലും ആശയവിനിമയം നടത്തിയേ മതിയാവും. അപ്പൊ അതിനായിട്ട് അവർ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസിനെ നമുക്ക് പിഡ്ജിൻ എന്ന് വിളിക്കാൻ സാധിക്കും. അങ്ങനെ അവർ സംസാരിച്ച് ഈ രണ്ടുപേരുടെയും ലാംഗ്വേജിന്റെ മിക്സ് അതിനെ പിഡ്ജിൻ എന്ന് വിളിക്കുന്നു. അതിലൂടെ അവരൊരു പുതിയ ഭാഷ, ഇനി അവരുടെ നെക്സ്റ്റ് ജനറേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുതിയൊരു ഭാഷ അവർ അതിലൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് സംസാരിക്കും. അതിനെ ക്രിയോൾ എന്ന് വിളിക്കാം. അപ്പൊ ക്രിയോൾ എന്താണെന്ന് നോക്കാം. Creole language develops when a pidgin is adopted as a native language, okay, by a community. It becomes a fully developed language with its own grammar and vocabulary. അപ്പോൾ ഈ ക്രിയോൾ എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഉള്ള നമ്മൾ ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് പരിഗണിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിനുണ്ടാവും. Since Creole are often found in former colonial regions, the match is A4. Okay, A4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്രിയോളിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ക്രിയോൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലാംഗ്വേജ് ആണ്. പിഡ്ജിനിൽ നിന്നും ഡെവലപ്പ് ചെയ്തു വരുന്ന പുതിയ ലാംഗ്വേജിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ക്രിയോൾ. അടുത്തത് ഐഡിയോലെക്റ്റ് ആണ്. ഐഡിയോലെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് വേ ആൻഡ് ഇൻഡിവിജ്വൽ യൂസസ് ലാംഗ്വേജ് ദെയർ പേഴ്സണൽ ഡയലക്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പേഴ്സണൽ ഡയലക്ട് യൂസ് ചെയ്യുന്ന ഒരു യുണീക്ക് വേ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിയോലെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരേ സ്ഥലത്ത് തന്നെയുള്ള ആൾക്കാർ പല രീതിയിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. സോ അവരുടെ ഓരോരുത്തരും ഭാഷ സംസാരിക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നത് ഐഡിയോലെക്റ്റ് ആണ്. അടുത്ത നമുക്ക് രജിസ്റ്റർ ഉണ്ട്.
register refers to a specific variety of language used in a particular social context, such as scientific, formal or informal. This aligns with D2. Okay. അപ്പൊ register എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയും ടൂവും തമ്മിലാണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ. രജിസ്റ്റർ റെഫേഴ്സ് ടു എ സ്പെസിഫിക് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഏതെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, സ്പെസിഫിക് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. സച്ച് സയന്റിഫിക്, ഫോർമൽ ഓർ ഇൻഫോർമൽ. സയന്റിഫിക് ആയിട്ടുള്ള, ഫോർമൽ ആയിട്ടുള്ള, ഇൻഫോർമൽ ആയിട്ടുള്ള രീതികൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ഓക്കെ, സയന്റിഫിക് ആണ്, ഫോർമൽ ആണ്, ഇൻഫോർമൽ ആണ് എന്നുള്ള ടേംസിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. Pidgin എന്ന് പറഞ്ഞ ഒരു സിംപ്ലിഫൈഡ് കോണ്ടാക്ട് ലാംഗ്വേജ് ആണ് ദാറ്റ് എമർജസ് വെൻ സ്പീക്കേഴ്സ് ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഓഫൻ ഇൻ ട്രേഡ് ഓർ കൊളോണിയൽ സിറ്റുവേഷൻസ്. ഇറ്റ് ഡ്രോസ് എലമെന്റ്സ് ഫ്രം മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഓക്കെ. ഇനി ക്രിയോൾ ഉണ്ട്. ക്രിയോൾ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഡെവലപ്സ് വെൻ എ പിഡ്ജിൻ ഈസ് അഡോപ്റ്റഡ് ആസ് എ നേറ്റീവ് ലാംഗ്വേജ് ബൈ എ കമ്മ്യൂണിറ്റി. ഇറ്റ് ബിക്കംസ് എ ഫുള്ളി ഡെവലപ്ഡ് ലാംഗ്വേജ് വെൻ ഇറ്റ്സ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി സിൻസ് ക്രിയോൾസ് ആർ ഓഫൻ ഫൗണ്ട് ഇൻ ഫോമർ കൊളോണിയൽ റീജൻസ്. ഓക്കെ. ഇനി അടുത്ത ഐഡിയോലെക്ട് ഉണ്ട്. ഒരു യുണീക്ക് വേ ആണ്. ആൻഡ് ഇൻഡിവിജ്വൽ യൂസസ് ലാംഗ്വേജ്, ദർ റെസ്പെക്ട് dialect. Okay, their personal dialect. Register എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to a specific variety of language used in a particular social context such as scientific, formal and informal. Okay, എല്ലാം വരും അതിനകത്ത്. സയന്റിഫിക് ആയിട്ടുള്ളതും ഫോർമൽ ആയിട്ടുള്ളതും ഇൻഫോർമൽ ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം തന്നെ നമുക്ക് അവിടെ ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും 78ാമത്തെ ചോദ്യം കൂടെ പരിചയപ്പെടാം. The term chronotope, okay, has been coined by. chronotope എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? നോക്കിക്കേ, ബത്തിൻ, സ്റ്റീഫൻ ഗ്രീൻബാൾട്ട്, ബ്രച്ച്, J.H. മില്ലർ. ഓക്കെ. അപ്പൊ നമുക്ക് ബത്തിൻ, ഗ്രീൻബാൾട്ട്, ബ്രച്ച്, മില്ലർ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ക്രോണോടൈപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ക്രോണോടൈപ്പ്. ഓക്കെ. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നമുക്ക് എന്താണ് ഇവിടെയുള്ള 4 ഓപ്ഷൻസ്? ബക്തിന്, ഗ്രീൻബാൾട്ട്, ബ്രച്ച്, മില്ലർ. റൈറ്റ് ആൻസർ വരുന്ന ബക്തിനാണ് കേട്ടോ. ബക്തിനാണ് ക്രോണോടൈപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. അപ്പം ക്രോണോടൈപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്തിനാണ്. ക്രോണോടൈപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ബക്തിൻ. ഓക്കെ. നമുക്ക് നോക്കാം. ഇൻ ലിറ്റററി തിയറി ക്രോണോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രം ഗ്രീക്ക് ക്രോണസ് ഫോർ ടൈം ആൻഡ് ടോപ്പോസ് ഫോർ സ്പേസ് ഈസ് എ കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ബക്തിൻ to describe the intrinsic connectedness of time and space within a narrative or discourse. Okay. അപ്പോൾ ലിറ്റററി തിയറിയിൽ ക്രോണോടൈപ്പ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്, ഡെവലപ്പ് ചെയ്തത് ബക്തിനാണ്. എന്തിനു വേണ്ടിയാണ്? ടു ഡിസ്ക്രൈബ് ദ ഇൻട്രിൻസിക് കണക്റ്റഡ്നെസ് ഓഫ് ടൈം. ഓക്കെ. ടൈമിന്റെ ഇൻട്രിൻസിക് കണക്റ്റഡ്നെസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്, ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ആൻഡ് സ്പേസ് വിത്തിൻ എ നറേറ്റീവ് ഓർ ഡിസ്കോഴ്സ്. ഒരു നറേറ്റീവില് അല്ലെങ്കിൽ ഡിസ്കോഴ്സില് ടൈമിന്റെ ഇൻട്രിൻസിക് കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ടൈമിന്റെയും സ്പേസിന്റെയും ഇൻട്രിൻസിക് കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ബക്തിൻ കൊണ്ടുവന്ന ഒരു ലിറ്റററി ടേം ആണ് ക്രോണോടൈപ്പ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ക്രോണോടൈപ്പ്? ടൈമിന്റെയും സ്പേസിന്റെയും ഇന്റർ കണക്റ്റഡ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രിൻസിക് കണക്റ്റഡ്നെസ്, ഒരു സ്പേസും ടൈമും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ലിറ്റററി തിയറിയിൽ ബക്തിൻ കൊണ്ടുവന്ന ഒരു ടേം ആണ് നമ്മുടെ ക്രോണോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രോണോ എന്ന വാക്ക്, ക്രോണസ് ഗ്രീക്കിൽ നിന്ന് വന്നതാണ്, ആൻഡ് ടോപ്പോസ് ഗ്രീക്ക് വാക്കാണ്, അതിന്റെ മീനിങ് സ്പേസ് എന്നാണ്. ടൈം ആൻഡ് സ്പേസ് അതിന്റെ ഇന്റർ കണക്റ്റഡ്നെസ് പറയുന്ന വാക്കാണ് ക്രോണോടോപ്പ്. സോ Bhaktin argued that time and space are inseparable in lived experience and therefore also in how they are represented in literature and other forms of communication. He used the term to analyze how different literary genres and periods construct their own unique configurations of time. Okay, എങ്ങനെയാണ് യുണീക്ക് കോൺഫിഗറേഷൻസ് വെക്കുന്നത് ഓഫ് ടൈം ആൻഡ് സ്പേസ്, ഗിവിംഗ് ഈച്ച് ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് നറേറ്റീവ് ക്യാരക്ടർ. ഓക്കെ, ഒരു ഡിസ്റ്റിങ്റ്റീവ് നറേറ്റീവ് ക്യാരക്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടൈം ആൻഡ് സ്പേസ് തമ്മിൽ കോറിലേറ്റ് ചെയ്ത് പോകുന്നത്, ഒരുമിച്ച് പോകുന്നത്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് ബക്തിൻ ഈ ഒരു ഐഡിയയിൽ ക്ലബ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ക്രോണോടൈപ്പ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ഉത്തരം വരുന്ന ബക്തിനാണ്. ഇനി ഇതിന്റെ എറ്റിമോളജിയിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗ്രീക്ക് എറ്റിമോളജിയാണ്, ഗ്രീക്കിലാണ് ഒറിജിന്. എന്താണ് ക്രോണസ് ആൻഡ് ടോപ്പോസ് എന്ന് പറയുന്ന 2 വാക്കുകൾ നമുക്കുണ്ട്. ക്രോണസിന്റെ അർത്ഥം വരുന്നത് ടൈം എന്നും ടോപ്പോസ് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നുമാണ്. ടൈമും സ്പേസും തമ്മിലുള്ള ഒരു കണക്റ്റഡ്നെസ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ക്ലബ് ചെയ്ത് കൂടുതലായിട്ടും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം.
Read the following statements carefully and choose the correct ones. Okay. A mixed metaphor. Correct one pick ചെയ്യണം. A mixed metaphor conjoins two or more obviously diverse metaphoric vehicles. Metaphors നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ figure of speech ൽ നമ്മൾ പഠിക്കുന്നതാണ്. In metonymy അടുത്ത ഒരു literary term ആണ്. A part of something is used to signify the whole. Metonymy എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഒരു ഹോളിനെ കാണിക്കുന്നു. ഇപ്പൊ നമ്മൾ ക്രൗൺ എന്ന് പറഞ്ഞാൽ ഫുൾ അരിസ്റ്റോക്രസിയെ കാണിക്കാനായിട്ട്, ഹാൻഡ് എന്ന് പറഞ്ഞാൽ ലേബറേഴ്സിനെ മുഴുവൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പോലെ. To scan a passage of verse is to go through it line by line to analyze its content, theme and diction. Okay, അപ്പോൾ ഒരു പാസേജ് സ്കാൻ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് കോണ്ടന്റും തീമും ഡിക്ഷനും ഒക്കെ അനലൈസ് ചെയ്യാനാണെന്ന്. The term kenning denotes the recurrent use in poems written in old Germanic languages of a descriptive phrase in space in place of the ordinary name for something. Okay, അപ്പോൾ term kenning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് റിക്കറന്റ് യൂസ് ആണ് ഇൻ പോംസ് റിട്ടൺ ഇൻ ഓൾഡ് ജർമാനിക് ലാംഗ്വേജസ്. ഓൾഡ് ജർമാനിക് ലാംഗ്വേജുകളിലൊക്കെ തന്നെ നമ്മൾ പോംസ് ഒക്കെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കെന്നിങ് എന്ന് പറയുന്നത്. ഓഫ് എ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് ഇൻ പ്ലേസ് ഓഫ് ദ ഓർഡിനറി നെയിം ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഓർഡിനറി നെയിമിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡിസ്ക്രിപ്റ്റീവ് ഫ്രേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ഓക്കെ, ലാംഗ്വേജിൽ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. എപ്പോഴും കോമൺ ആയിട്ടുള്ള പാറ്റേൺ അതുപോലെ കൊണ്ടുപോകാതെ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ചില ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും ടു മേക്ക് ദ ലാംഗ്വേജ് മോർ എഫക്റ്റീവ് ആൻഡ് അപ്രോച്ചബിൾ അല്ലേ. സോ അടുത്തത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓഫൺ ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്, ട്രോപ്സ് ആൻഡ് സ്കീംസ്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ട്രോപ്പുകളായിട്ടും സ്കീമുകളായിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഈ തന്നിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എ, ഡി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഡി ഒള്ളി, അതുപോലെ തന്നെ എ, ബി ആൻഡ് ഡി ഒള്ളി. ഓക്കെ, എ, ഡി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഇ ഒള്ളി, ബി, സി ആൻഡ് ഡി ഒള്ളി, ബി, സി ആൻഡ് ഇ ആണ്, ഇത് ബി, സി ആൻഡ് ഡി ആണ്, എ, ബി ആൻഡ് ഡി ഒള്ളി ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസിൽ. അപ്പൊ നമുക്ക് സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ബി, സി ആൻഡ് ഇ ഒള്ളിയാണ് ശരിയായിട്ടുള്ളത്, ബാക്കി സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ഓക്കെ, ബിയും സിയും ഇയും ശരിയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. മെറ്റോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് സ്പീച്ച് ആണ്, ടു യൂസ് ടു സിഗ്നിഫൈ ദ ഹോൾ. സി എന്ന് പറഞ്ഞാൽ ടു സ്കാൻ എ പാസേജ് ഓഫ് വേഴ്സ്, ഇറ്റ് ഈസ് ടു വേഴ്സ് ഈസ് ടു ഗോ ത്രൂ ലൈൻ ബൈ ലൈൻ ടു അനലൈസ് ഇറ്റ്സ് കോണ്ടന്റ്, തീം ആൻഡ് ഡിക്ഷൻ. ഇ എന്ന് പറഞ്ഞാൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഈസ് ഓഫൻ ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്, ട്രോപ്സും അതുപോലെ തന്നെ സ്കീംസും. ബി, സി ആൻഡ് ഇ ഒള്ളി. എക്സ്പ്ലനേഷൻ നോക്കാം. A mixed metaphor conjoins two or more obviously diverse metaphoric vehicles. This statement is correct. A mixed metaphor occurs when two unrelated metaphors are used together, creating a jarring or illogical image. For example, he tiptoed through the minefield of love. Here, tiptoed suggests a cautious approach, while minefield implies danger. അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത നോക്കിക്കേ, മെറ്റോണമി ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇൻ മെറ്റോണമി എ പാർട്ട് ഓഫ് സംതിങ് ഈസ് യൂസ്ഡ് ടു സിഗ്നിഫൈ ദ ഹോൾ. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. മെറ്റോണമി യൂസസ് എ പാർട്ട് ഓഫ് സംതിങ് ഈസ് ടു റെപ്രസെന്റ് ദ ഹോൾ. ഫോർ എക്സാമ്പിൾ, ക്രൗൺ ഫോർ കിങ് ഓർ ബ്രെഡ് ഫോർ ഫുഡ്. ഇനി അടുത്ത നോക്കിക്കേ, ടു സ്കാൻ എ പാസേജ് ഓഫ് വേഴ്സ് ഈസ് ടു ഗോ ത്രൂ ലൈൻ ബൈ ലൈൻ and it's analyze its content, theme and diction. The statement is correct. Scanning a poem involves carefully carrying out examining each line to understand its meaning, themes and stylistic choices. Okay, appo de namukku B, C and E varum alle. D nokkike, അടുത്ത നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത നോക്കിക്കേ, അടുത്ത നമുക്ക് വരുന്നത് കെന്നിങ്ങിനെ കുറിച്ചാണ് ഇല്ലേ. കെന്നിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ കറക്റ്റ് ആവുന്നത്, കെന്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എത്രത്തിൽ കറക്റ്റ് ആകും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവർ തന്നിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തി. Kenning is a poetic device common in old Germanic language, okay, where a noun is replaced with a descriptive phrase. For example, instead of saying sword, a poet might use a gleaming edge. Okay, ഇപ്പം വാള് എന്ന് പറയാനായിട്ട് ഒരു ഗ്ലീനിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ മതി. ഗ്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം ശക്തമായ, വളരെയധികം എന്താണ് ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഷൈനിങ് എന്നുള്ള മീനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇല്ലേ, അതായത് ചോരത്തുമ്പിൽ രക്തം പൊടിഞ്ഞു എന്നുള്ള മീനിങ് ഒക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ, സോറി, എന്താണ് ചോരത്തുമ്പിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, കത്തിയുടെ തുമ്പിൽ അല്ലെങ്കിൽ വാളിന്റെ തുമ്പിൽ രക്തം പൊടിഞ്ഞു അല്ലെ.
ഇനി അടുത്ത നോക്കിക്കേ, ഫിഗറേറ്റീവ് ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഈസ് ഓഫൻ ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറീസ്, ട്രോപ്പേസും സ്കീംസും ആണ്. ഫിഗറേറ്റീവ് ലാംഗ്വേജിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ടാണ് വന്നേക്കുന്നത്. ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു ട്രോപ്പേസ് വിച്ച് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ മീനിങ് ലൈക്ക് മെറ്റഫർ ഓർ മെറ്റണമി, ആൻഡ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കീംസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻവോൾവ്ഡ് ചേഞ്ചസ് ഇൻ സ്ട്രക്ചർ ലൈക്ക് പാരലലിസംസ് ഓർ അലിട്രേഷൻ. ഓക്കെ, അപ്പം എ, ഡി ആൻഡ് ഇ ഉള്ളി എന്തുകൊണ്ട് മിസ്റ്റേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഇ കറക്റ്റ് ആണ്, പക്ഷേ ഓപ്ഷൻ എയില് അല്ലാതെയുള്ള എ ഒക്കെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടി അല്ലെ. സോ എന്താണ്, എ മിക്സഡ് മെറ്റഫർ കമ്പൈൻസ് ഡിസിമിലർ മെറ്റഫേഴ്സ്, നോട്ട് ജസ്റ്റ് 2 മെറ്റഫേഴ്സ്. 2 മെറ്റഫേഴ്സിനെ മാത്രമല്ല അവിടെ കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. സോ while statement E is correct, option 1 is incorrect because statement A defines a mixed metaphor incorrectly. A mixed metaphor combines dissimilar elements, not just any 2 metaphors. ഇനി B, C and D എന്താ തെറ്റിപ്പോയത്? അതിന്റെ റീസൺ എന്താ? ഓപ്ഷൻ misses the correct definition of a mixed metaphor in statement A. ഇല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ മിസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷൻ എന്താണ്, B, A, B and D തെറ്റാനുള്ള റീസൺ നോക്കിക്കഴിഞ്ഞാൽ this option misses the correct definition of figurative language in statement E. Figurative language encompasses both tropes and schemas, not just tropes. Okay, tropes ne kurichum schemas ne kurichum parayna, trope kurichu മാത്രമല്ല. Okay, trope kurichu മാത്രമുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. Okay, അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. 79 ആണ് നമ്മൾ കണ്ടത്. 79ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. 79 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ സിഗ്നിഫിക്കന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഈ വലിയ ചോദ്യങ്ങളാണ് എന്ന് കരുതി ചോദ്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് വിടുന്ന, ലീവ് ചെയ്ത് വിടുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. എപ്പോഴും നമ്മൾ ആ ചോദ്യം കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഉത്തരം നമുക്ക് അതിനകത്ത് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് 79 ചോദ്യങ്ങളാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 79 ചോദ്യങ്ങൾ. ഓക്കെ, സോ റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. കീപ് ലേണിംഗ്. താങ്ക് യു.